ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ പാർട്ട് 3 വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മളെ പാർട്ട് 1 പാർട്ട് 2 ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇത് പാർട്ട് 3 വീഡിയോ കാര്യങ്ങളൊക്കെ ആണ്. കുറേ പേര് KSRTC വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. KSRTC വണ്ടി കാര്യങ്ങളൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് സോറി. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വേറെ ഏതെങ്കിലും മാപ്പ് റൂട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മാപ്പ് റൂട്ട് ഇന്നത്തെ ഒരു ഗെയിം പ്ലേയിൽ നമ്മൾ ഏതായാലും ഒരു മാപ്പ് മൊത്തം നമ്മൾ കറങ്ങാൻ പോകുന്നുണ്ട്. വീഡിയോ ലെങ്ത് ആവുകയാണെങ്കിൽ പാർട്ട് 4 വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ മാക്സിമം ഈ ഒരു വീഡിയോയിൽ എന്തായാലും നമ്മൾ ഇതിൻ്റെ അറ്റം കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നില്ല. ഈ ഒരു മാപ്പിൻ്റെ അവസാനം നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഈ റോഡിൻ്റെ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇതിൽ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുകൂടാതെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ കൂടെ സബ് ചെയ്തേക്കുക. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല രീതിക്ക് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഗൈസ്, നമ്മുടെ റൈറ്റ് സൈഡായിട്ട് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ താഴത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് വ്യൂവും ആംബിയനൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാപ്പ് റോഡിൻ്റെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഓടിക്കുന്നത്. എന്തിനാ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിക്കാനും പറ്റും, ഓടിക്കാനൊക്കെ പറ്റും. വണ്ടികളൊക്കെ വരികയാണെങ്കിൽ സൈഡ് കൊടുക്കാൻ പറ്റുന്നത് പെട്ടെന്ന് തന്നെ ഈ ഒരു മോഡ് കാര്യങ്ങളൊക്കെ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു വളവ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വളവ് കാര്യങ്ങളൊന്നും എണ്ണുന്നില്ല, ചുരങ്ങൾ എണ്ണുന്നില്ല. ഇത് ഇനി അധികം സ്ട്രെയിറ്റ് റോഡാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നമ്മൾ ഏകദേശം ടോപ്പിലോട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഏതായാലും നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയും ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്മളവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കണ്ടേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്താ സംഭവം എന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ആദ്യം മുതൽ ഈ ഒരു മാപ്പ് ഇവിടുന്ന് തുടങ്ങുന്നതിൻ്റെ വീഡിയോ മുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തിട്ട് നമ്മുടെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്തേക്കുക. പറഞ്ഞിരിക്കണ നേരത്താണെങ്കിൽ ഒരു വണ്ടിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. ആ വളവ് തീരുന്ന സമയത്ത് തന്നെ ആ ചെങ്ങൈനെ പെട്ടെന്ന് തന്നെ ഇടിച്ച് നമ്മൾ അവൻ്റെ സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. ആ ചെങ്ങൈക്ക് ഇപ്പോൾ നീങ്ങാൻ പറ്റുന്നില്ല, അവൻ അവിടെ ആകെ ലോക്കായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വളവ് കാര്യങ്ങളൊക്കെ തിരിയാൻ പോകും. നമ്മുടെ മാപ്പ് നോക്കുന്ന സമയത്ത് ഈ ഒരു മാപ്പിന് അവസാനം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ മേലെ സൈഡിലായിട്ട് സ്ക്രീനിൽ. അപ്പോൾ ഈ ഒരു വളവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്തിരി ഒടുക്കത്തെ വളവാണ് തോന്നുന്നത്. രീതിക്ക് റിസ്ക് ഉണ്ട് ഈ ഒരു വളവ് തിരിച്ചെടുക്കുക. എന്തുണ്ടാവില്ലെന്ന് അറിയത്തില്ല, എന്നാൽ കൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ ഓടിച്ച് തിരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളെ വണ്ടി നീങ്ങുന്നില്ല. ഒരു കാറുകാരൻ അങ്ങോട്ട് വന്നപ്പോഴേക്കും ശോകം പിടിപ്പിക്കാനായിട്ട് എന്നാലും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇവിടെ തിരിച്ചെടുത്തിട്ടുണ്ട്. ആ കാറുകാരൻ നൈസായിട്ട് സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. 2 കാറ് വന്നു, ടാക്സിയാണ് തോന്നുന്നു. 2 നൈസായിട്ട് അവിടെ ഇടിച്ച് സൈഡിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്, 2 ഒറ്റൊന്നിനെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് വ്യൂ ആംബിയനൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ബെസ്റ്റ് മിലിറ്ററി ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഗെയിം കളിക്കുന്നവരാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഏതൊക്കെ കളക്ഷൻസ് ഏതൊക്കെ ബസ് വെഹിക്കിൾ അതുപോലെ തന്നെ ഏതൊക്കെ മാപ്പ് റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തിനാ എന്നിട്ട് എനിക്ക് എൻ്റെ കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. ഒരു പുള്ളിക്കാരൻ നമുക്ക് കമൻറ്റ് ആയിട്ട് ചോദിച്ചിരുന്നു കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യം ചോദിക്കുന്നത്, അല്ല വേറെ ഒന്നുമല്ല ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്തൊരു വളവ് കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗെയിമിലും വേണമെങ്കിൽ പാർട്ട് 3 വീഡിയോ കാര്യങ്ങളിലും വേണമെങ്കിൽ നമുക്ക് ചുരങ്ങളൊക്കെ എണ്ണായിരുന്നു. ചുരം തന്നെയാണ് ഗൈസ് ഇവിടെയുള്ളത്, ഫുള്ള് വളവ് തന്നെയാണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 10-20ഓളം വളവ് കാര്യങ്ങളൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 26 വളവേറ്റ് ആയിട്ടുണ്ട്. ഇതുകൂടെ കൂട്ടുകയാണെങ്കിൽ 27 കാര്യങ്ങളൊക്കെ നമ്മൾ കയറുന്നതായിരിക്കും. നേരത്താണ് ഒരു നീല കളർ കാറ് ഗൈസ്. ആ ചെങ്ങയ്യാണെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്നത്, അതിനെ നൈസ് തന്നെ തട്ടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്നാട്ട ലോഡാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ വളവ് തിരിഞ്ഞ് കയറിയതോ നേരെ വാഴയിൽ കൊണ്ടുപോയി കുത്തിച്ചിട്ടുണ്ട്. വാഴയ്ക്കൊന്നും പറ്റിയില്ല, ഭാഗ്യം. പിന്നെ നമ്മുടെ വണ്ടി തന്നെ റിവേഴ്സ് എടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഗിയർ കാര്യങ്ങളൊക്കെ മാറ്റി നേരെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടിക്കാണെങ്കിൽ ഗൈസ് തീരെ വലിവ് കാര്യങ്ങളൊന്നും, നമ്മളൊരു വളവ് കാര്യങ്ങളൊക്കെ തിരിച്ച് കയറ്റുന്നത് ഒരു കയറ്റൊക്കെ കയറുകയാണെങ്കിൽ നമ്മുടെ വണ്ടി തീരെ സ്പീഡിൽ കാര്യങ്ങളൊന്നും പോകുന്നില്ല, തീരെ ടോർക്ക് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വണ്ടിക്ക്. എന്നാൽ കൂടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വണ്ടി ചിലപ്പോൾ ലോഡ് ഉണ്ടായത് കൊണ്ടാകാം നമ്മുടെ വണ്ടി പെട്ടെന്നൊന്നും വലിഞ്ഞ് കയറാത്തത്. നമ്മൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഒന്നും കയറുന്നില്ല. എന്നാൽ കൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ കയറുന്നൊക്കെ ഉണ്ട്. മോശമാണെന്ന് ഞാൻ പറയത്തില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് എനിക്ക് തോന്നുന്നു മാപ്പ് അവസാനിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്, നമ്മുടെ മാപ്പ് അവസാനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞിരിക്കണ നേരത്തെ നമ്മുടെ ഫ്രണ്ട് ടയർ ആണെങ്കിൽ റെഡ്ജിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ എങ്ങനെ പടം റിവേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തു.
എടുത്തു. നമ്മുടെ മാപ്പിൻ്റെ അവസാനം എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയത്തില്ല, എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഇവിടെ ഏതോ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നീ കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് ഏരിയയാണ് ഗൈസ്, അറിയത്തില്ല കേട്ടോ. ഇവിടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ സമയത്ത് ഇവിടെ റോഡ് ഇല്ല ഗൈസ്, റോഡ് അവസാനിച്ചില്ല. മാപ്പ് നോക്കിയ സമയത്ത് ഇവിടെ എന്തോ ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്, മീൻസ് സ്റ്റേ എടുക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. പമ്പാണോ വർഷാപ്പാണോ എന്ന് അറിയത്തില്ല. കുഴപ്പമൊന്നുമില്ല ഗൈസ്, അടിപൊളി സ്ഥലം തന്നെയാണ്. ഇവിടെ ഇറങ്ങാൻ അരുതിക്ക് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആംബിയനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതൊന്ന് കമൻറ്റ് ഇട്ടേക്ക്. അപ്പോൾ ഞാനാണെങ്കിൽ നേരെ നോക്കിയ സമയത്താണെങ്കിൽ അവിടെ ഒരു മല നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എത്രത്തോളം ഹൈറ്റിലാവുന്നു ഇപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഏകദേശം 300-400ഓളം അടിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ല രീതിക്ക് ഹൈറ്റിലാണ്. 30-40ഓളം ചുരം കാര്യങ്ങളൊക്കെ കയറിയിട്ട്, മീൻസ് വളവ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കണമെങ്കിലോ നമ്മുടെ വണ്ടിയാണെങ്കിൽ കയറുന്നില്ല. പിന്നെ കഷ്ടപ്പെട്ട് എങ്ങനെയപ്പോൾ അവിടെ തിരിച്ച് കയറ്റിയിട്ട് നമ്മുടെ ചിന്നാടുന്ന ലോഡാണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഗൈസ് ഇനി എത്രത്തോളം ദൂരം പോകാനുണ്ട് വെച്ചാൽ ഇവിടെ മാപ്പിൽ നോക്കിയ സമയത്ത് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇനി FBB മോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഓടിച്ച് നോക്കാം. നമുക്ക് അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടെ ചെറിയ പേടിയാവുന്നുണ്ട്, മീൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിക്കുമ്പോഴൊക്കെ ഒരു ഭയം. നമ്മുടെ അടുത്ത് കൂടെയൊക്കെ വണ്ടി പോകുന്ന സമയത്ത് ഇവിടെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടൗൺ ഏരിയയാണ്, ഒന്നും പറയാനില്ല. ചെറിയ ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ചാൻസ് കൂടുതൽ. നമ്മൾ വന്ന വഴി പാർട്ട് 1 കണ്ട ജംഗ്ഷൻ പോലെ ചിലപ്പോൾ ഇവിടെ വല്ല ജംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ എന്തുണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നത്. എന്താ എണ്ണപ്പമ്പോ ട്രാഫിക്കിൻ്റെ സിഗ്നൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. എണ്ണ ടാങ്കൊക്കെ ഉണ്ട് അവിടെ, മീൻസ് പമ്പൊക്കെ ഉണ്ട് അവിടെ. വേറൊന്നുമില്ല. ഇവിടെ ഒരു വീടുണ്ട്, അടിപൊളി സ്ഥലം തന്നെയാണ്. വാഴക്കൃഷിയാണ് തോന്നുന്നത്. അതുപോലെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം തേയിലത്തോട്ടമാണ്. മിക്കവാറും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു കുഗ്രാമത്തിലോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പോകുന്തോറും ഫുള്ള് കുഗ്രാമമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാപ്പിൻ്റെ അവസാനം ചുരമാണ്, മല ഏരിയയിൽ കൂടെ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ വന്യമൃഗങ്ങളെയും കാണാൻ ചാൻസ് കൂടുതലാണ്. ഫുൾ മലപ്രദേശമാണല്ലോ ഗൈസ്. ഈ ഒരു ഭാഗത്തോട്ടെത്തിയ സമയത്താണ് ഗൈസ് ആൾ സഞ്ചാരമുള്ള പോലെ തോന്നുന്നത്. കാരണം വെച്ചാൽ വണ്ടികളൊക്കെ ഇപ്പോൾ അധികം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തോട്ടെത്തിയ സമയത്താണെങ്കിൽ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു വളവ്, ഒരു കഠിനമായ വളവ് അങ്ങനെ പറയണം, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ കൂടെ കുഴപ്പമില്ലാത്ത രീതിക്ക് അടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ വളവ് മീൻസ് റോഡ് മൊത്തം ഒരു കയറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും ഒരു കയറ്റാണ്, ചെറിയൊരു വളവ് കയറ്റം. ഇവിടെ വീടൊക്കെ ഉണ്ട്, സ്കൂളാണ് തോന്നുന്നു. ചെറിയ പെട്ടിപ്പീടിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് തൊട്ട് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് നിന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുകൂടാതെ ചാനൽ സബ് അടിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ കൂടി സബ് അടിച്ചേക്കുക. ഇവിടെ എത്തിയ സമയത്താണ് മഴ എന്തോ പെയ്തിട്ടുണ്ട് ഗൈസ്, ആകെ ഇരുണ്ട പോലെ ആയിട്ടുണ്ട്. മഴ പെയ്തെന്ന് തോന്നുന്നത്. മഴയൊന്നും പെയ്യില്ലെന്ന് എൻ്റെ വിചാരം, കാരണം ചെറുതായിട്ടൊന്നും ഇരുണ്ടെന്ന് തന്നെ ഉള്ളൂ. മഴക്കാർ വന്നിട്ടുണ്ട്, മഴ പെയ്യില്ലെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൈസ് ഇവിടെ എത്തിയ സമയത്ത് വീണ്ടും വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ആളാനൊക്കെ ഉള്ളത്, മീൻസ് വണ്ടി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മേലെ ടൗൺ ആവാൻ ചാൻസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം കുറേ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ടൗൺ ആകാം. ഇവിടെയുള്ള വീടുകളിലുള്ള ആളുകളാവും ചിലപ്പോൾ ടൗൺ ഇപ്പോൾ വരുമോ എന്തെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ വാഴക്കൃഷിയാണ് മെയിനായിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അധികം വാഴകളെ കാണുന്ന സൈഡിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ സൈഡിലായിട്ട് വാഴ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഏതോ ഒരു 3 കൂടിയ റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങോട്ട് പോകുക നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്, മീൻസ് 7 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇനി ഏത് റോഡിലൂടെയാണ് പോകണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നമ്മൾ പാർട്ട് 4 വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ പാർട്ട് 3 ആണ്. പാർട്ട് 4 വീഡിയോ കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്തേക്കുക. അതുകൂടാതെ നിങ്ങൾ ഏത് സൈഡിലൂടെ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.